പക്ഷെ ഈ CPM പോയി പെട്ട ഒരു സ്ഥിതി ഉണ്ടല്ലോ, അവരുടെ ഒരു അവസ്ഥ വളരെ മോശമാണെന്ന് അതിന്റെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച്. അപ്പോ പനലാംകുഴി അലി മണ്ഡലത്തില് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ UDF-ന്റെ അതായത് പ്രവർത്തകരെ തന്നെ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ആഘോഷം തുടങ്ങാൻ പോവുകയാണെന്നാണ്. പക്ഷെ എതിർ സ്ഥാനാർത്ഥികളൊക്കെ മാറി വരുന്നു. പിന്തുണ ആരുടെയെങ്കിലും കിട്ടിയാലും ഞങ്ങൾക്ക് സ്വീകരിക്കുന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. വലിയൊരു പ്രതീക്ഷ ആഘോഷം പ്രവർത്തകർക്കുണ്ട്. താങ്കൾക്ക്? അല്ല, നമ്മൾ ജനങ്ങളെടുത്താണല്ലോ കാര്യങ്ങള്. സോ വി വിൽ വെയിറ്റ് ഫോർ ദി എൻഡ്. നമ്മുടെ റിസൾട്ട് വരാൻ കാത്തിരിക്കും. ഞങ്ങള് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിലൊന്നും പ്രവർത്തിക്കില്ല. ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ആളാണ് ഞാൻ. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് പ്രതീക്ഷ. പക്ഷെ സെലിബ്രേഷൻ ഇതൊക്കെ അത് അങ്ങനെയൊന്നും പറയാൻ ആരും പറയില്ല. അതൊക്കെ നമ്മള് ജനങ്ങളടുത്താണ് കാര്യങ്ങൾ. അവര് പറയട്ടെ. ഈ എതിർ സ്ഥാനാർത്ഥി ആദ്യം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ മാറുന്നു. നേരത്തെ ലീഗിലുണ്ടായിരുന്ന ഒരാൾ തന്നെ വീണ്ടും LDF-ന്റെ പിന്തുണ കിട്ടുമെന്നുള്ള രീതിയിൽ BJP-യുടെ പിന്തുണ വരെ അദ്ദേഹം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ താങ്കളുടെ മത്സര രംഗത്ത് താങ്കളെ ബാധിക്കുന്ന ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എതിർ സ്ഥാനാർത്ഥി എൻ്റെ ഒരു സ്നേഹിതനാണ്. പക്ഷെ ഈ CPM പോയി പെട്ട ഒരു സ്ഥിതി ഉണ്ടല്ലോ, അവരുടെ ഒരു അവസ്ഥ വളരെ മോശമാണെന്ന് അതിന്റെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച്. സ്ഥാനാർത്ഥിയെ കിട്ടാതെ ഉള്ള സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ. ഓരോന്നോരോന്നിനെ പിൻവലിക്കാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതി വിശേഷം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. തിരൂരില്ല, താനൂരില്ല, കൊണ്ടോട്ടിയില്ല, വള്ളിക്കുന്നില്ല, മങ്കടയില്ല. അപ്പൊ അതൊരു ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണ് ആ പാർട്ടി അങ്ങനെയൊക്കെ ആയിപ്പോയതെന്നൊക്കെ നമ്മൾ പിന്നെ ഭാവിയിൽ നമുക്ക് ചിന്തിക്കാം, ഭാവിയിൽ നമുക്ക് പറയാം. പക്ഷേ ഈ പ്രാവശ്യം ഈ സ്ഥലങ്ങളിലൊക്കെ ചെയ്തത് അത്രയും നല്ല വലിയൊരു പാർട്ടിക്ക് യോജിച്ചതല്ല എന്നാണ് എന്റെ വിശ്വാസം. അല്ല, ഇവർക്ക് ഈ ഇടതുപക്ഷത്തില് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ ഈ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പ്രചാരണങ്ങള് എന്താ പറയാ വേറെ തരത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന തരത്തിലാവും. അത് ഏതൊക്കെ അവസ്ഥയിലേക്ക് ചിലപ്പോ ബഹുമാന്യനായ തങ്ങളെ കുറിച്ചൊക്കെയുള്ള ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അത് ആരൊക്കെ ഉണ്ടാക്കിയാലും അത് വലിയ തരത്തില് എന്താ പറയാ തിരിച്ചടിയാവില്ലേ ഈ ഉണ്ടാക്കിയ അതുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിച്ചവർക്ക് തന്നെ. ഈ സത്യൻ അന്തിക്കാടിന്റെ സിനിമ ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ അവസാനം കുറച്ച് പേരെന്തെങ്കിലും വരാതാ രീതിയിലേക്ക് അതൊക്കെ പോകുന്നത്. അതൊന്നും ശരിയല്ല. ഇറ്റ്സ് നോട്ട് പൊളിറ്റിക്സ്. അതൊക്കെ പേഴ്സണലായിട്ട് ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമ്പോ എല്ലാത്തിനും വിശ്വസിക്കാൻ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെന്നൊക്കെ തോന്നുന്നു. പക്ഷെ തങ്ങളെ പറ്റി ഒന്നും പറഞ്ഞാൽ ഒരാളും അത് വിശ്വസിക്കില്ല. തങ്ങൾ ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. ഞങ്ങൾക്ക് അറിയുന്നതല്ലേ തങ്ങൾ. വെറുതെ ഉള്ള ഓരോരോ ഇല്ലാത്തവരുടെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ദാറ്റ് ഈസ് ഹോപ്പ്ലെസ്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, എന്താ പറഞ്ഞതുപോലെ എനിക്കറിയില്ല. പക്ഷെ ആരും അങ്ങനെ പറയുന്നത് കേട്ടു. അത് ശരിയല്ല, അത് ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ അറിയാം തങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തെ അറിയാം. UDF-ന്റെ നേതാക്കൾ പറഞ്ഞത് ഇപ്പോ ഈ LDF-ന് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് തോൽവി ഭയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നു? എല്ലാ ഇലക്ഷൻ കാലത്തും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കാറുണ്ടല്ലോ. എല്ലാ ഇലക്ഷൻ കാലത്തും ആരെങ്കിലും പറ്റി പറയും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പറ്റി പറയും. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്നെ പറ്റി തന്നെ പഴയ കാലങ്ങളിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒരു കാര്യമല്ല. നമുക്ക് ജനങ്ങളുമായുള്ള ബന്ധമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ഞാൻ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം നമ്മുടെ UDF-ന്റെ സ്ഥാനാർത്ഥികളൊക്കെ അങ്ങനെ തന്നെ. അല്ലാതെ ഇതൊന്നും ഇത് ശരിയല്ലാത്ത രാഷ്ട്രീയമാണ്. അതൊന്നും ഒരിക്കലും നടക്കില്ല. മങ്കടയില് താങ്കൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ, ഒരു ബുക്ക്ലെറ്റ് ഒക്കെ കണ്ടായിരുന്നു. 528 കോടി രൂപയുടെ ഓരോന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ എതിരാളികൾ ഇതെല്ലാം വെറുതെ പറയുന്നതാണ്, വെറുതെ ഒരു ബുക്ക് അടിച്ചതാണെന്നൊക്കെ രീതിയിൽ പറയുകയുണ്ടായി. അപ്പോ താങ്കളുടെ പക്ഷം ആ 528 കോടി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെന്ന് താങ്കൾ സമർത്ഥിക്കുന്നു. അത് ജനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയാണ്? ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് ഓരോരോ വർക്കിന്റെ ഡീറ്റെയിലും വെച്ചിട്ട് ഓരോരോ പഞ്ചായത്ത് തലത്തിലുള്ള ഓരോ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ വീണ്ടും ചെയ്യുന്നത്. 528 കോടി രൂപയിൽ ആ പഞ്ചായത്തിൽ എന്താ ചെലവഴിച്ചത്, ജനറൽ ആയിട്ടുള്ള എന്താ ചെലവഴിച്ചത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, കെട്ടിടങ്ങള്, ആശുപത്രികള്, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ആൾക്കാർക്ക് കണ്ടൂടെ? എന്താണത് ചൂണ്ടിക്കാണിക്കുന്നത്? പിന്നെ അതൊക്കെ വെറുതെ ഇല്ലാത്തവരുടെ കാര്യങ്ങൾ പറയാം. അത് ജനം വിശ്വസിക്കില്ല. അത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ അവരുടെ ഗ്രാഫാണ് താഴത്തേക്ക് പോവുക. ഇല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ഗുണകരമാകുമെന്നും വലിയൊരു ഭൂരിപക്ഷം നേരത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ താങ്കൾക്ക് ജയിക്കാൻ കഴിയുമെന്നും ഒരു ആത്മവിശ്വാസമുണ്ട്. അല്ല, ഉറപ്പല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയും. ജനങ്ങൾ അത്രയധികം വാശിയോട് കൂടിയാണ് ഇപ്രാവശ്യം പ്രവർത്തിക്കുന്നത്. വളരെ വലിയ വാശിയോട് കൂടിയാണ്. കാരണം മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ
UDF-ന്റെ ഘടകകക്ഷികളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് വേറൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി പാർട്ടിയെ വഞ്ചിച്ച് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഡബിൾ ആവും. അത്രക്കധികം ഇരട്ടി ശക്തി. അത് നമ്മുടെ UDF-ന്റെ ഘടകകക്ഷികൾ കോൺഗ്രസും കേരള കോൺഗ്രസും RSP ഒക്കെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി സഹായിക്കുന്നു. അപ്പോൾ മഞ്ഞളാംകുഴിയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. ജനങ്ങൾക്ക് അദ്ദേഹത്തിന് പ്രത്യേക ഇഷ്ടമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇനി മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. പത്രികാ സമർപ്പണമൊക്കെ കഴിഞ്ഞ് ഇനി ഗോദയിൽ ഇറങ്ങി വിജയിച്ച് കയറുമെന്നാണ് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അപ്പൊ ഇനി മത്സരമൊക്കെ കഴിഞ്ഞ് ഫലം വരുമ്പോഴാണല്ലോ ആരെയാണ് ജനങ്ങൾ സ്വീകരിച്ചതെന്ന് അറിയാൻ പറ്റും. അതുവരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാലട്ടൺ, മലപ്പുറം. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.